സത്യമോളെ, മോളുടെ അമ്മ വന്നില്ലേ? വന്നു, പുറത്ത് കാറിലിരിപ്പുണ്ട്. അമ്മയ്ക്ക് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന്. അത് നന്നായി. അവള് പുറത്തു തന്നെ നിന്നാ മതി. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം പിണക്കം വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവളെ അകത്ത് കയറ്റേണ്ടി വന്നേനെ. മധുശ്രീ, നീ എന്തായി പറയുന്നേ? നീ ഇങ്ങനെ വിരളാതെ. നിനക്കൊരു ഗുഡ് ന്യൂസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ന്യൂയോർക്കിൽ എവിടെയുണ്ടെന്ന് പറഞ്ഞില്ലേ നിന്റെ ഹർഷൻ? അവനെ എന്റെ ഫ്രണ്ട്സ് തപ്പിയെടുത്തു. സത്യമാണോ നീ പറയുന്നേ? ഞാനെന്തിനാ നിന്നോട് നുണ പറയുന്നത്? അതൊക്കെ സാധിക്കുമെന്ന് നേരത്തെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവനിപ്പോ എവിടെയാ എന്റെ ഹർഷൻ? ഹർഷൻ ജോലി ചെയ്യുന്ന കമ്പനി കണ്ടുപിടിച്ചു. കക്ഷിയുമായി എന്റെ ഫ്രണ്ട്സ് സംസാരിക്കുകയും ചെയ്തു. നിന്റെ ഇപ്പോഴത്തെ വിലാസവും ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. എനിക്കിപ്പോ അവനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അവന്റെ നമ്പറുണ്ടോ കയ്യില്? ഹർഷൻ അവിടെ ഇപ്പോ ഒരു താൽക്കാലിക നമ്പറാ ഉപയോഗിക്കുന്നത്, കമ്പനി ഫോൺ. നാളെ അത് വേറെ ജീവനക്കാരുടെ ആരുടെയെങ്കിലും കൈവശമായിരിക്കും. മാത്രമല്ല, അവരുടെ ഫോൺസൊക്കെ ടാപ്പ് ചെയ്യുന്നുണ്ടെന്നാ ഹർഷൻ പറയുന്നത്. അവരുടെ ആരുടെയെങ്കിലും കയ്യില് നിന്റെ നമ്പർ പോകുന്നതിൽ ഹർഷന് താല്പര്യമില്ല. പേഴ്സണൽ നമ്പറായി കഴിഞ്ഞാ എങ്ങോട്ട് വിളിച്ചോളാന്ന്. ഹർഷന്റെ കയ്യില് നിന്റെ നമ്പറുണ്ടല്ലോ. കാർത്തികേ, എത്രയും പെട്ടെന്ന് ഹർഷനെ കണ്ടുപിടിച്ച് തരാമെന്ന് നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിച്ചു. അതിന് പകരമായി നീ ഞാൻ പറയുന്നത് ചെയ്യും. നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ഇന്നിവിടെ ഒരു മരണം നടക്കുമെന്ന്? മധുശ്രീ തമാശ പറയാറില്ല കാർത്തികേ. ഇന്നിവിടെ ഒരു മരണം നടക്കുകയും ചെയ്യും. അത് നിന്റെ കൈ കൊണ്ടായിരിക്കുകയും ചെയ്യും. ശാലിനി, അകത്തേക്ക് വാ. എല്ലാം കഴിഞ്ഞില്ലേ? സാഹചര്യങ്ങൾ എന്ത് സാഹചര്യം വിഷ്ണുട്ടാ? സാഹചര്യം ഒരാൾക്ക് മാത്രമല്ലല്ലോ. കണ്ണെത്താ ദൂരത്തേക്ക് പോകുമ്പോഴും ഓരോ രാത്രിയും കണ്ണീര് കുടിച്ചിറക്കുമ്പോഴും എനിക്കൊരുറപ്പുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. അകൽച്ച ശരീരം കൊണ്ട് മാത്രമാണെന്ന്. മനസ്സുകളെ തമ്മിൽ അകറ്റാൻ ആർക്കും കഴിയില്ലെന്ന്. ദൈവത്തിന് പോലും പിരിക്കാനാവാത്ത വിധത്തിൽ അത് ഒട്ടിച്ചേർന്നിരിക്കുകയാണെന്ന്. ആ വിശ്വാസ ഇപ്പൊ പൊട്ടിത്തകർന്നത്. എടോ, ഇതെല്ലാം ഒരു നാടകം മാത്രം. ഇയാളെ കൊണ്ട് സത്യം പറയിക്കാം. എന്റെ ജീവന്റെ ജീവനായി ഇയാള് എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ. തൽക്കാലം എനിക്കത് പറയാൻ നിർവാഹമില്ല. തെറ്റിദ്ധാരണയെല്ലാം മാറി എന്നെങ്കിലും സത്യം എന്നെ തിരിച്ചു വിളിക്കുമെന്നുള്ള ഏക പ്രതീക്ഷയും കൈവിട്ടു. ഈ മുങ്ങിച്ചവൻ പോന്ന് ഒരാളുടെ വെപ്രാളുണ്ടല്ലോ. ഒരൊറ്റ പ്രാണവായുവിനു വേണ്ടി
ശരീരത്തിലെ ഓരോ രോമകോപവും തൊഴുകയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. കഴിഞ്ഞ 6 വർഷമായി ആ വെപ്രാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവളാ ഞാൻ. ഇപ്പൊ ഒരു കര കണ്ടു എന്ന് തോന്നിയപ്പോ വീണ്ടും കിലോമീറ്ററുകൾ ദൂരേക്ക് ഒരു പിന്നോട്ടടിച്ചതുപോലെ. എല്ലാം ശരിയോ? എന്റെ കാര്യത്തിലോ എല്ലാം ശരിയാവുന്ന വിശ്വാസത്തിലാ ഇത്രയും കാലം ജീവനോടെ ഇരുന്നത് തന്നെ. പക്ഷെ ഇപ്പൊ ഒരു മനുഷ്യന് പ്രാണവായുവില്ലാതെ എത്ര കാലം ജീവിക്കാൻ കഴിയും? എന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. താൻ എന്തായാലും അകത്തേക്ക് വാ. അവിടെ എല്ലാവരും കാത്തിരിക്കുക. എന്നെയോ? ആര് കാത്തിരിക്കാൻ? കാത്തിരിക്കുമെന്ന് കരുതിയാള് അത് അവസാനിപ്പിച്ചു. ഇനി ആരാ? അകത്തെല്ലാരും വലിയ സന്തോഷത്തിലാ. അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. ഇയാളും കൂടി വന്ന ആ സന്തോഷം ഇരട്ടിയാവും. തെറ്റിപ്പോയി. എല്ലാ സന്തോഷവും കെടും. അതെന്റെ വിധിയാ. കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെന്ന്. അകത്തേക്ക് വാ. ശാലിനി വാ. വിഷ്ണു, ശാലിനി അകത്തേക്ക് വാ. പോ വിഷ്ണു ഏട്ടാ. കാര്യങ്ങൾ ഞാൻ വിശദമായി പറയുമ്പോൾ നിന്റെ പേടി മാറിക്കൊള്ളും. ഇവിടെ നടക്കുന്ന മരണം നിന്റെ കൈകൊണ്ടാണെന്ന് ആരും അറിയാൻ പോകുന്നില്ല. ദേ, ഈ ടാബ്ലറ്റ് കണ്ടോ? ഇതൊരെണ്ണം ഒള്ളിച്ചെന്ന കഴിച്ച ആള് പോലും അറിയാതെ ആളുടെ ജീവനങ്ങ് പറന്നു പോയിക്കോളും. ഇതൊരു ടാബ്ലറ്റ് ഒന്നുമല്ല, കുറെ കെമിക്കൽസ് ചേർത്തുണ്ടാക്കിയ കൊടും വിഷമാണ്. കൊലയാളിയെ കണ്ടെത്താൻ സാധിക്കില്ല എന്നതാ ഇവനെ കൊണ്ടുള്ള പ്രധാന ഗുണം. വിഷത്തിൻ്റെതുപോലുള്ള കയ്പോ അരുചിയോ ഒന്നുമില്ല. ശരീരത്തിനുള്ളിൽ ചെന്നു കഴിഞ്ഞാൽ പുറമേക്ക് മറ്റ് പാർശ്വഫലങ്ങളൊന്നും അറിയാൻ കഴിയില്ല. ഛർദിക്കാൻ തോന്നുകയോ മറ്റ് അസ്വസ്ഥതകളോ ഒന്നുമില്ല. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ആൾക്ക് ചെറിയൊരു മയക്കം ഉണ്ടാകും. നാഡീവ്യൂഹത്തെ വിഷം ബാധിക്കുന്നത് കൊണ്ട് അത് നിലവിട്ടുള്ള ഉറക്കത്തിലേക്ക് പോകും. ആ ഉറക്കത്തിനിടെ ആളുപോലും അറിയാതെ ഹൃദയം പണി മുടക്കും.
ആള് ധിം. ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പറഞ്ഞില്ലേ, ഈ വീട്ടിൽ നിന്ന് എനിക്കൊരു ഡെഡ് ബോഡി വേണം. അത് നിന്റെ ആവശ്യമില്ലേ? അതിനു വേണ്ടി ഞാൻ എന്തിനാ ബലിയിടാവുന്നേ? അതെന്താടി ഇപ്പൊ എന്റെ ആവശ്യം നിന്റെ ആവശ്യം എന്നൊക്കെ? നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാമെന്നല്ലേ അന്ന് ധാരണയായിരുന്നത്? അന്നത്തെ ധാരണ ഇതായിരുന്നില്ലല്ലോ. ഹർഷനെ എത്രയും വേഗം കണ്ടുപിടിച്ച് തരാന്ന് ഒരു ഓപ്ഷൻ നീയാണ് മുന്നോട്ട് വെച്ചത്. അതിന് പ്രത്യുപകാരമായി വിഷ്ണുവിനെയും ശാലിനിയും എത്രയും പെട്ടെന്ന് അകറ്റണമെന്നാണ് നീ ആവശ്യപ്പെട്ടത്. യെസ്, അതിലെന്താ സംശയം? ഈ വീട്ടിൽ ആരെങ്കിലും കൊല്ലണമെന്ന് അന്ന് നീ എന്നോട് ആവശ്യപ്പെട്ടിരുന്നില്ല. അന്ന് എനിക്ക് അങ്ങനെ തോന്നി, ഇപ്പൊ ഇങ്ങനെയാണ് തോന്നുന്നത്. വിഷ്ണുവും ശാലിനിയും തമ്മിൽ അകലുമ്പോ അതിന്റെ ഇടയിൽ ഒരു മരണത്തിന്റെ നൊമ്പരം കൂടി ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഒരിക്കലും ഒന്നിക്കാൻ സാധിക്കില്ല. കൂടുതൽ ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത് ഇതാ. അങ്ങനെ നീ ആലോചിക്കുമ്പോ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ നിന്റെ കളിപ്പാവി മറ്റാണോ? അത് ഞാൻ നിന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ ചൂണ്ട് വിരലില്ല നിന്റെ ഭാവി ഇരിക്കുന്നതെന്ന്. നീ നിശ്ചയപ്പന്തലിൽ നിന്ന് തേച്ചിട്ട് പോയ ആ പയ്യനില്ലേ, എന്താ അവന്റെ പേര്? ഇവളവന്റെ പേര് മറന്നു. അവനാ എന്റെ ട്രംപ് കാർഡ്, അഥവാ തുറുപ്പ് ചീട്ട്. ആര്? അവനില്ലേ ആ പയ്യൻ. അവന്റെ പേര് കിട്ടുന്നില്ലല്ലോ. ഇവള് ജയശങ്കറിന്റെ പേര് മറന്നെന്ന് തോന്നുന്നു. എനിക്ക് രക്ഷപ്പെട്ടു. നീ ഇപ്പൊ പറയുന്ന കാര്യങ്ങള് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. എന്ത്? നിനക്ക് കല്യാണം നിശ്ചയിച്ച ചെറുക്കനെ എനിക്ക് പരിചയമുണ്ടെന്ന കാര്യം? അതല്ല, ഹർഷന്റെ കാര്യം. എന്ത്? ന്യൂയോർക്കിൽ ഹർഷൻ ജോലി ചെയ്യുന്ന കമ്പനി നിന്റെ ഫ്രണ്ട്സ് കണ്ടുപിടിച്ചെന്നും അവനുമായി സംസാരിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാൻ എന്തിനാ അങ്ങനെ നിന്നോട് നുണ പറയുന്നത്? സംശയം എന്താ? എന്നെ കൊണ്ട് നിനക്ക് വേണ്ടി അങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യില്ല. നിന്റെ സംശയം തീർക്കാൻ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഹർഷൻ ഇപ്പൊ ഉപയോഗിക്കുന്ന നമ്പറില് ആളെ കിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഹർഷനെ തന്നെ എനിക്ക് ലൈനിൽ കിട്ടണമെന്നില്ല. ഹർഷനുമായി സംസാരിച്ച നിന്റെ ഫ്രണ്ട്സിനെ ആരെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയാലും മതി. ഓക്കെ, ഞാൻ ജെറിയെ വിളിച്ചു തരാം. അവനവിടെ എംബസിയിലാ ജോലി. മതി. ഇവൾ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുമെന്നറിഞ്ഞ് ജെറിയോട് അഡ്വാൻസായി കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഉപകാരമായി. ഇവൾ ജയശങ്കറിന്റെ പേര് മറന്നു. ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന അവന്റെ നമ്പർ മാത്രമാണ് ഇവൾക്ക് അവനുമായുള്ള ഏക ബന്ധം. എപ്പോഴെങ്കിലും ഇവൾക്ക് ആ പേര് ഓർമ്മ വന്ന നമ്പർ തപ്പിയെടുക്കും. റിങ് ചെയ്യുന്നുണ്ട്. ഞാനൊരു അക്ഷരം സംസാരിച്ചിട്ടില്ല. നീ തന്നെ സംസാരിച്ച് നിന്റെ സംശയം എന്താന്ന് വെച്ചാൽ മാറ്റ്. അവനോട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടടി. ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം അവൻ നിനക്ക് പറഞ്ഞു തരും. ഇവളെന്താ ആലോചിക്കുന്നത്? ഓ, ഹർഷനുമായുള്ള നൊസ്റ്റാൾജിയയിലേക്ക് പോയി കാണും. അതൊക്കെയാണല്ലോ നമ്മുടെ ഒരു പിടിവള്ളി. ഇത് തന്നെ അവന്റെ നമ്പർ. കാർത്തികേ, ഇപ്പൊ നിന്റെ സംശയമൊക്കെ തീർന്നു തോന്നുന്നു. ഇപ്പോഴാ പൂർണ്ണമായി മാറിയത്. മരമണ്ടി. തിരുമണ്ടി. ഇനിയിപ്പോ ഞാൻ പറയുന്നത് പോലെ ചെയ്യാലോ നിനക്ക്. പിന്നെന്താ? ഇത് വളരെ സിമ്പിളാ. ആർക്കെങ്കിലും മനഃപൂർവ്വമായി വിഷം കൊടുക്കുകയാണെന്ന് അഥവാ സംഭവം തെളിഞ്ഞാൽ തന്നെ തോന്നാൻ പാടില്ല. ഒരു കയ്യബദ്ധമെന്നേ തോന്നാവും. അതെങ്ങനെ നടക്കും? എടി, നമ്മൾ ഇവിടുത്തെ ബർത്ത്ഡേ കേക്കിലാ ഈ ടാബ്ലറ്റ് കൊടുക്കുന്നത്.
പിന്നീട് എന്തെങ്കിലും അന്വേഷണം ഉണ്ടായാലും പറഞ്ഞു നിൽക്കാൻ കഴിയണം. കേക്കിലാണ് വിഷമെങ്കിൽ അത് കഴിച്ച മറ്റാർക്കും പ്രശ്നമില്ലല്ലോ. കേക്കിന്റെ ഏതെങ്കിലും ഭാഗത്ത് വിഷാംശം ഉണ്ടായിരിക്കാം. അത് അബദ്ധത്തിൽ കഴിച്ചതാണ്, ആരെയും ലക്ഷ്യമിട്ട് ചെയ്തതല്ലല്ലോ എന്നൊക്കെ. കൊള്ളാലോ ഐഡിയ. പിടിക്കപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്തൊരു ക്രൈം. പിടിക്കപ്പെട്ടാൽ തന്നെ കുറ്റം ചെയ്തവരെ കണ്ടെത്താൻ പ്രയാസവും. അപ്പോൾ ഇതിൽ യാതൊരു റിസ്ക്കും ഇല്ലല്ലേ? ഇല്ലടി. എന്നാലേ ഞാൻ ഈ ഐഡിയ നടപ്പിലാക്കാൻ പോകുന്നില്ല. എന്താ നീ പറഞ്ഞത്? ഞാൻ ബർത്ത്ഡേ കേക്കിനുള്ളിൽ ഈ ടാബ്ലറ്റ് വെക്കാൻ പോകുന്നില്ലെന്ന്. എടി എടി ഇപ്പൊ നിനക്ക് നിന്റെ ഹർഷനെ വേണ്ടേ? ഹർഷനെ പറ്റി നീ പറഞ്ഞതൊക്കെ തന്നെയാ ജെറി എന്നോട് പറഞ്ഞത്. ഹർഷൻ ഇപ്പൊ കോണ്ടാക്ട് ചെയ്യാൻ കഴിയില്ലെന്ന്. അവൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ നിന്റെ ഫ്രണ്ട്സ് എന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. അവൻ വേണ്ട സമയത്ത് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി അതിനിടയിൽ നിന്റെ ഫ്രണ്ട്സ് ഹർഷനെ നേരിട്ട് കണ്ട് എന്തെങ്കിലും നുണക്കഥകൾ പറഞ്ഞ് പിടിപ്പിച്ചാലും അവൻ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല മതശ്രീ. സംഭവം മൊത്തം കയ്യിന്ന് പോയോ? കാരണം ഞങ്ങൾക്കിടയിലുള്ള മാനസിക ബന്ധം അത്രയേറെ ശക്തമാണ്. അതിന് US ഹർഷനെ അന്വേഷിച്ചു പോകണ്ടല്ലോ. ഇവിടെ നിന്നെ അന്വേഷിച്ച് നടക്കുന്ന ആ പയ്യനെ നിന്നെ ഒന്ന് കാണിച്ചു കൊടുത്താ പോരെ? ഏതു പയ്യനെ? ഞാൻ പേര് മറന്നു ഇവൾക്ക് മനസ്സിലായി. ഈ നശിച്ച കൊതി കുറയ്ക്കണം. ഒന്നും ഓർമ്മ നിൽക്കുന്നില്ല. നീ ഇനി അവന്റെ പേര് ഓർത്തെടുത്താലും ആ നമ്പർ നിന്റെ മൊബൈലിലുണ്ടാവാൻ ഒരു സാധ്യതയില്ല. എവിടെ നിന്നോ വന്ന് നിന്റെ വണ്ടിയുടെ മുന്നിൽ ചാടി എങ്ങോട്ടോ പോയൊരാളെ എവിടുന്ന് കണ്ടെത്താനാ നീ? യു ചീറ്റ്. പിശാചിന് മോഷണ കേസ് വിധി പറയാൻ അവകാശമുണ്ടോ? അപ്പൊ നീ ഇത് ചെയ്യില്ല? അതിന് പ്രത്യേകിച്ച് പറയണോ? പപ്പി, ഇത് നമുക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടി അമ്മ വാങ്ങിച്ചെന്ന ഡ്രസ്സുകളാ. ഇതൊക്കെ ആർക്ക് പാകാവോ ആവോ? സത്യയുടെ സൈസ് തന്നെയല്ലേ പപ്പിക്കും, അപ്പൊ ഉറപ്പായിട്ടും പാകമാവും. മക്കളെ, നിങ്ങൾ അകത്ത് പോയിട്ടെ ഡ്രസ്സൊക്കെ മാറിട്ടോ. ചെല്ലു. വാ സത്യ, നമുക്ക് അകത്ത് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഭാമേ, എല്ലാരും സന്തോഷിക്കുന്ന സമയാ. ആ സമയത്ത് ശാലിനി മാത്രം
അവൾക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. വിഷ്ണുവേട്ടൻ ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണോ സത്യമ്മ ഇപ്പൊ അങ്ങനെ പറയുന്നേ?